നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഇത്? വീടിന്റെ പടി വരെ ബഹളം കേൾക്കായിരുന്നല്ലോ. ഇവളെല്ലാം തുടങ്ങിയത്. എന്താ ഇവള് പറഞ്ഞത്? അത് ഒന്നുമില്ല. സ്വപ്ന അറിയാതെ എന്തോ പറഞ്ഞു പോയതാ. അത് വലിയ വിഷയാക്കാൻ നിൽക്കണ്ട. എന്നാലും ഇവൾ എന്താ പറഞ്ഞെന്നറിയണമല്ലോ. അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഇവള് പറഞ്ഞതൊന്നും ഗിരിയേട്ടൻ ചെയ്തതുപോലെ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. വെറുതെ ഇതൊരു വിഷയാക്കാൻ നിൽക്കണ്ട. ചേച്ചി, നിനക്ക് കോളേജിൽ പോറായില്ലേ? എന്നാ പോയി റെഡിയാവാൻ നോക്ക്. ഞാൻ നിന്റെ വണ്ടി കൊണ്ടുപോവാ. മഞ്ജു, എന്തായിരുന്നു ഇന്നലെ മുകുന്ദന്റെ വീട്ടിൽ പരിപാടി? ഒന്നുമില്ല. ഞാനവിടെ തങ്ങിയിട്ട് കുറെ കാലമായി. ഗൗരിയമ്മ നിർബന്ധിച്ചപ്പോ ഞാനവിടെ നിൽക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണോ അവിടെ താമസിച്ചത്? അതെ. സത്യം പറ, ഇന്നലെ ഗിരിയേട്ടൻ കുടിച്ചില്ലേ? ഞാൻ കുടി നിർത്തിയല്ലേ. സത്യം പറയണം, അല്ലെങ്കിൽ ഞാൻ ഗൗരിയമ്മയെ വിളിച്ചു ചോദിക്കും. അയ്യോ വേണ്ട, ചെറുതായിട്ട് ഒരു ഇത്തിരി. ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതിന് കുടിച്ച പ്രശ്നം തീരുമോ? വല്ലാതെ വിഷമം തോന്നിയപ്പോ. വിഷമം മാറാൻ കുടിക്കുന്നതാണ് പ്രതിവിധിയെങ്കിൽ ഈ നാട്ടിൽ ഭൂരിപക്ഷം ഭാര്യമാരും കുടി തുടങ്ങേണ്ടി വരും. ഇന്നലെ നടന്ന പോലെ ഇനിയും നമ്മൾ തമ്മിൽ ഒരുപാട് തവണ വഴക്ക് കൂടേണ്ടി വരും. കാരണം ഞാൻ ഗോപാലിനെ ജയിലിലടയ്ക്കാതെ പിന്മാറില്ല. അയാളുടെ ഒപ്പം നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഗിരിയേട്ടൻ ചെയ്യുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോ അതിന്റെ അച്ഛൻ തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കുട പിടിക്കുന്ന ഒരാളാകരുത് എന്ന വാശി എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകാം. നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഗോപാലൻ ജയിലിലായിരിക്കും. മഞ്ജു, ഈ അവസ്ഥയിൽ സ്കൂട്ടർ ഓടിക്കണോ? നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റാറില്ലേ? സ്കൂട്ടർ ഓടിക്കുമ്പോ വെറുതെ ബുദ്ധിമുട്ടാവും. ഞാൻ കൊണ്ടാക്കാം. വേണ്ട. എന്നോടുള്ള വാശി വെറുതെ കുഞ്ഞിനോട് കാണിക്കണോ? ഞാൻ വാശി കാണിച്ചൊന്നുമല്ല. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഞാൻ മഹിമയോട് വിളിച്ച് സഹായം ചോദിച്ചോളാം. കുഞ്ഞിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പോരെ? എനിക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിന്റെ കാര്യത്തിലും കരുതലുണ്ട് മഞ്ജു. ഗിരിയേട്ടന്റെ കൺമുന്നിൽ വെച്ചാ ആ ഗോപാലൻ എന്നെ ചവിട്ടാൻ ഒരുങ്ങിയത്. എന്നിട്ടും അയാളോട് ഗിരിയേട്ടൻ എങ്ങനെയാ ക്ഷമിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗിരി ഗോപാൽജിയെ കുട്ടിക്കാലം മുതൽ കാണുന്നത് അവന്റെ അച്ഛന്റെ സ്ഥാനത്താ. നമ്മൾ അത്രയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മളുടെ കൺമുമ്പിൽ തന്നെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ചിലപ്പോ കണ്ടില്ലെന്ന് നടിക്കും. അത് നമുക്ക് അവരോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് മാത്രമാണ്.
ഗിരിക്ക് ഗോപാൽജിയോടുള്ളത് അങ്ങനെയുള്ളൊരു ബഹുമാനവും സ്നേഹവുമാണ്. ഗിരിയുടെ മനസ്സിൽ ഗോപാൽജിക്കുള്ള സ്ഥാനം അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ നിനക്ക് പറ്റില്ല മോളെ. നീ ക്ഷമയോടെ വേണം കൈകാര്യം ചെയ്യാൻ. സമയമെടുത്ത് ഗിരിയുടെ മനസ്സ് മാറ്റാൻ മോക്ക് സാധിക്കും. അരവിന്ദാക്ഷൻ സാറേ, വെറുതെ അവൾക്ക് പ്രതീക്ഷ കൊടുക്കല്ലേ സാറേ. അതെ, ഗിരി എന്റെ പയ്യനാ. എന്റെ വാക്കിനപ്പുറം അവൻ നിൽക്കില്ല. അവനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള നിങ്ങളുടെ ചിന്തയൊക്കെ ഉണ്ടല്ലോ, അത് വെറുതെയാ. നിന്നെ നിന്റെ കുഞ്ഞിനെ അവന്റെ മുന്നിലിട്ട് ഞാൻ കൊല്ലാൻ നോക്കിയിട്ടും അവനിപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. ഗിരിയുടെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനമില്ലെന്ന് തെളിയിക്കാൻ വേറെ എന്തെങ്കിലും വേണം. ഗോപാൽജി വിചാരിച്ചാലേ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. അതാണ് ഇദ്ദേഹത്തിന്റെ സ്വാധീനം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ല. ഒന്നുമില്ലെങ്കിലും നീ ഒരു ഗർഭിണിയല്ലേ?